ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഷിഗാസ് കഫേ. ഇന്നൊരു അടിപൊളി സലാഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കനും വെജിറ്റബിൾസും വെച്ചാണ് ഈ ഒരു സലാഡ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സലാഡാണ്. നമ്മളൊരു പ്രാവശ്യം കഴിച്ചാൽ നമുക്ക് വീണ്ടും കഴിക്കാൻ തോന്നും. അത്ര ടേസ്റ്റാണ് ഈ ഒരു സലാഡിന്. പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് നമുക്കിതുപോലെ സലാഡാക്കിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടാവും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുത്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗത്തിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസൊന്നും മിസ്സാവാതെ കാണാനും സാധിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു 200 ഗ്രാം ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ കുട്ടികൾക്കും കൂടെ കഴിക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഈ ചിക്കനിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുക. വിനാഗിരിക്ക് പകരം ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സ്ഡ് ഹെർബ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. നമ്മൾ പിസയിലൊക്കെ ഉപയോഗിക്കുന്ന ഹെർബ്സ് ഇല്ലേ, അത് ചേർത്ത് കൊടുത്താൽ മതി. ഒറിഗാനോ ചേർത്തിട്ട് ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എൻ്റെ മോൾക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ. അപ്പോൾ ഞാൻ ഈ സലാഡ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചിക്കന് കുറച്ച് കൂടുതൽ ഫ്രൈ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് നമുക്കൊന്ന് മസാല പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ആ ടൈം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു 300 ഗ്രാം കോളിഫ്ലവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ നമ്മൾ ഒരു 2 മിനിറ്റ് തിളച്ച വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. കോളിഫ്ലവറിൽ പുഴുക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അതിൽ നിന്ന് ഒഴിവായി കിട്ടും. ഇനി നമ്മളിതിലേക്ക് ഒരു വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് ഞാനിതുപോലെ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1-2 ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിനങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല. നമ്മൾ കഴുകി വെച്ചിട്ടുള്ള കോളിഫ്ലവറും ക്യാരറ്റും ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് അടച്ച് വെച്ച് നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് കുക്കായി കിട്ടും. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം സ്റ്റീം ചെയ്തെടുത്താലും മതി. നിങ്ങൾക്ക് ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഈ വെജിറ്റബിൾസ് കുക്കായി വരുന്ന ടൈം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ ചിക്കന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടർ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കന് ചേർത്ത് കൊടുക്കാം. ചിക്കന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ബട്ടർ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഈ ബട്ടറിൽ ചിക്കന് പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പ്രത്യേകിച്ച് ഒറിഗാനൊക്കെ ചേർത്തിട്ട് ഈ ബട്ടറിൽ നമ്മളിങ്ങനെ പൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് വെജിറ്റബിൾസ് കുക്കായിട്ടുണ്ടോ നോക്കാം. ഒരു 1/4 ഭാഗം കുക്കായി വന്നാൽ മതി. ഓവറായിട്ട് കുക്കാവരുത്. ചെറിയൊരു ക്രഞ്ചിനെസ്സോട് കൂടി വെജിറ്റബിൾസ് കഴിക്കുമ്പോഴാണ് ഈ സലാഡിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിപ്പോൾ കറക്റ്റ് വേവാണ്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ചിക്കനിന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് ചിക്കനൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ അധികം ബട്ടർ ഉപയോഗിക്കാതെയാണ് ഈ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ബട്ടറിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 1 ടീസ്പൂണിന് പകരം 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്നും കൂടി ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റും കൂടി നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനൊരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. അത് രണ്ടും ഞാൻ സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടർ തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ബട്ടർ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും.
ബട്ടറൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാളയും ക്യാപ്സിക്കവും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി. സവാളൻ്റെ ക്യാപ്സിക്കത്തിൻ്റെ ഒക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറാനും ആ ബട്ടറൊക്കെ ഒന്ന് ഈ സവാളയിലും ക്യാപ്സിക്കത്തിലൊക്കെ ഒന്ന് പിടിക്കാനും വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. സവാളയും ക്യാപ്സിക്കൊക്കെ വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ചിക്കന് കുക്കായിട്ടുണ്ടോ നോക്കാം. ചിക്കന് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ചിക്കനിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ക്യാപ്സിക്കും സവാളൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവറും ക്യാരറ്റും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ആ ബട്ടറിൻ്റെ ടേസ്റ്റ് ഈ കോളിഫ്ലവറിലും ക്യാരറ്റിലൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് ബ്രൊക്കോളിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ക്യാപ്സിക്കവും കോളിഫ്ലവറൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. സലാഡിലേക്ക് വേണ്ട ചിക്കനും വെജിറ്റബിൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സലാഡ് ഡ്രസ്സിങ് തയ്യാറാക്കാം. മയണൈസ് വെച്ചിട്ടുള്ളൊരു സലാഡ് ഡ്രസ്സിങ്ങാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മയണൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് അധികം പുളിയില്ലാത്ത കട്ട തൈരാണ്. തൈര് ഒരു 5 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ തൈരിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. മയണൈസിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്. അപ്പോൾ തൈരിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂണ് ഉണക്കമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അതൊരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒലീവ് ഓയിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സലാഡ് ഡ്രസ്സിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വഴറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ സലാഡ് ഡ്രസ്സിങ് വെജിറ്റബിൾസിൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഉണക്കമുളക് കുറച്ചും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ നോക്കിയപ്പോൾ എരിവും ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ സലാഡ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കന് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ചിക്കന് ഈ സലാഡ് സെർവ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. സലാഡ് ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് മല്ലിയിലൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മളിത് കഴിക്കുമ്പോൾ ചിക്കനും വെജിറ്റബിൾസൊക്കെ മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വെജിറ്റബിൾ സലാഡ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു സലാഡ് കഴിക്കാൻ. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഈ ഒരു സലാഡിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്